ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ജിലേബിയുടെ റെസിപ്പിയാണ്. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ജിലേബിയുടെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു 3-4 മണിക്കൂർ ഉഴുന്ന് കുതിർത്ത് വെക്കാം. അതിന് ശേഷം ഒരു അരിപ്പക്കൊട്ടയിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം നന്നായിട്ട് കളയാം. ഞാനിവിടെ ഒരല്പം കുങ്കുമപ്പൂവ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരയാണ്. ഇനി നമുക്ക് ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അധികമൊന്നും വെള്ളം ചേർക്കാണ്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടി 2.5 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ 3-4 ഏലക്ക ചതച്ചിട്ട് നമുക്ക് ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് റോസ് വാട്ടറിൻ്റെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലെങ്കിൽ ഒരു ടീസ്പൂണോ ചേർത്താൽ മതി. പിന്നെ ഞാനൊരു അല്പം റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കണ്ട. റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് ചേർക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഷുഗർ സിറപ്പ് കട്ടിയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ക്രിസ്റ്റൽ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഉടയുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മാവ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കുക. ഓയിൽ നന്നായി ചൂടായ ശേഷം പൈപ്പിംഗ് ബാഗിൽ എടുത്ത് വെച്ചേക്കണ മാവ് നമുക്ക് ജിലേബിയുടെ ഷേപ്പിലേക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. ഓയിലിലേക്ക് നമുക്ക് സ്ക്വീസ് ചെയ്ത് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കതെടുക്കാം. നല്ല ക്രിസ്പി ആൻഡ് നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ പിന്നെ കുറേ റെസിപ്പീസ് വേറെ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യണം. Keep watching. Thank you.